വാട്സാപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസമാണ് കമ്പ്യൂട്ടറിലെ ഗ്രാഫിക് കാർഡ് ഒക്കെ വെച്ച് കളിക്കുന്ന രീതിയിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ഗ്രാഫിക് സെറ്റപ്പിൽ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. ഒരു ഓഫ് റോഡ് 4x4 ഗെയിമിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും മെസ്സേജ് കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഗെയിം മൊബൈൽ ഫോണിൽ കിട്ടിയാലെന്ന്. അത്രത്തോളം ഗ്രാഫിക്സ് ഒക്കെ കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഗെയിമിന്റെ പേര് ഓഫ് റോഡ് ലീഗ് ഓൺലൈൻ എന്നാണ്. നമുക്ക് ഓൺലൈൻ വഴിയാണ് കളിക്കാൻ പറ്റുന്നത്. നോർമലി ഒരു ഓഫ് റോഡ് ഗെയിം കളിക്കുന്നത് പോലെയല്ല ഈ ഒരു ഗെയിം കളിക്കുന്നത്. നമുക്ക് ഓൺലൈനിൽ പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത്, നമുക്ക് പബ്ജി ഒക്കെ കളിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല ആളുകളുമായിട്ട് ചലഞ്ച് ചെയ്ത് കളിക്കാൻ പറ്റും. നമുക്ക് ഒരു ഗെയിം പ്ലേ കണ്ടു നോക്കാം. അതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഈ ഒരു ഓഫ് റോഡ് ലീഗ് ഓൺലൈൻ എന്ന് പറയുന്ന ഗെയിം 2.5 GB ആണ്. ആ ഒരു 2.5 GB ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 6-7 MB കൂടി ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴാണ് പൂർണ്ണമായിട്ട് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ആകുന്നത്. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഓപ്പൺ ആയി വരും. 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് ഗൂഗിൾ അക്കൗണ്ട്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് വഴി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഗസ്റ്റ് ആണ് ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നത്. ഗസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്ലെയർ നെയിം ചോദിക്കുന്നുണ്ടായിരിക്കും. യൂസർ നെയിം ഞാൻ ഇവിടെ റിവോക്കേഴ്സ് മീഡിയ എന്ന് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിൻ്റെ അകത്തേക്ക് കടക്കാം. ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. നമുക്ക് നമ്മളെ കളിക്കുന്ന ആ ഒരു ആളുടെ പ്ലെയറിൻ്റെ ഒരു രൂപം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി ഇവിടെ നമുക്ക് വെഹിക്കിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെഹിക്കിൾ മാത്രമായിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത്. പ്ലേ കൊടുത്തു കഴിയുമ്പോൾ റേസ്, കരിയർ, ഓപ്പൺ വേൾഡ്. ഞാൻ ഇവിടെ റേസ് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറേ മാപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മാപ്പിൽ നിന്നും ഇഷ്ടമുള്ള ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കളിച്ച് കാണിക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഒരു മാപ്പ് തന്നെ കാണിക്കുകയാണ്. പക്ക ഗ്രാഫിക്സ് ആണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് കളിക്കുന്ന മറ്റ് പ്ലെയേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് നെറ്റ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ദെൻ നമ്മുടെ വണ്ടി ഇവിടെ വരുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ഗ്രാഫിക് കണ്ടില്ലേ, പക്ക. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് ആ ഒരു രീതിയിൽ ഒരു പ്രൊഫഷണൽ ടച്ചിലാണ് ഇവർ ഈ ഒരു ഗെയിം ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് ആയിട്ട് ടിൽറ്റ് കൊടുക്കാം, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് റൗണ്ട് കൊടുക്കാം, ആരോസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ആരോ ആണ് കിടക്കുന്നത്. അത് ഞാൻ മാറ്റി കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഓൺലൈനായിട്ട് കളിക്കുന്ന മറ്റ് പ്ലെയേഴ്സിനെ നമുക്ക് തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു പച്ച ഒരു എന്താണ് ഒരു ഡ്രോപ്പ് പോലെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഡ്രോപ്പ് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ഒരു കളക്ഷൻ ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് കിട്ടും. ഈ ഒരു പോയിന്റ്സ് വെച്ച് നമുക്ക് വണ്ടികളൊക്കെ, വെഹിക്കിൾസ് ഒക്കെ വേറെ മേടിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നെറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റും. ആ ഒരു വെള്ളം തെറിച്ച ഒരു വാട്ടർ തെറിച്ച് കണ്ടില്ലേ, അടിപൊളി. എനിക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് പക്ക ഇഷ്ടപ്പെട്ടു. ഓൺലൈനിൽ ആരും ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു റിക്വസ്റ്റിലേക്ക് നമ്മൾ ആ ഒരു ഓൺലൈനിൽ നമുക്ക് റിക്വസ്റ്റ് ഇട്ട ആളുമായിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇപ്പോൾ പബ്ജിയിലൊക്കെ കളിച്ച് കഴിയുകയാണെങ്കിൽ ഏകദേശം 50-100 ആളുകൾ കളിക്കാൻ കാണും. അതേപോലെ തന്നെ ഇതിലും ഒരുപാട് ആളുകൾ കളിക്കാനുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ ആരും എന്നെ റിക്വസ്റ്റ് ഇട്ടു, ഞാൻ ഏതായാലും അതിൽ അക്സെപ്റ്റ് ചെയ്തു, കളിക്കുകയാണ്. ഈ ഒരു ഗ്രാഫിക്സ് ആണ് എടുത്തു പറയേണ്ടത്. പക്ക അടിപൊളി ഗ്രാഫിക്സ് ആണ്. നമ്മൾ ഓൺലൈനിൽ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കളിച്ച് കഴിയുമ്പോൾ ഒരു ബ്ലൂ ലൈൻസ് കാണും. ആ ബ്ലൂ ലൈൻ വഴിയാണ് നമുക്ക് പോകേണ്ടത്. മാപ്പാണ്. മാപ്പ് കാണണമെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ റൈറ്റ് സൈഡിൽ മാപ്പിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കാണാൻ സാധിക്കും. 4 വീൽ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇടത് സൈഡിൽ കാണാം. അതേപോലെ തന്നെ ഓൾ ഓപ്പൺ, മൊത്തത്തിൽ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മാപ്പ് മാറുന്നതനുസരിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സെറ്റിങ്സിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഡോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഗെയിം നമുക്ക് സാൻഡ്രിയാസ് ഒക്കെ കളിക്കുന്ന ആ ഒരു രീതിയിൽ ആളെ വെളിയിൽ ഇറക്കി കളിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിത് കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറുക്കൻ, അതേപോലെ തന്നെ കുറുനരി, ചെന്നായൊക്കെ ഓടുന്ന കുറച്ച് മൃഗങ്ങളൊക്കെ, ഒരുപാട് മൃഗങ്ങളൊക്കെ ഓടുന്നതായിട്ട്, ഈ കാട്ടിലെ കൂടെയൊക്കെ ഓടുന്നതായിട്ട് നല്ല ഗ്രാഫിക്സിൽ കാണാൻ പറ്റി. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സാൻഡ്രിയാസ് കളിക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ക്യാമറ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് വെഹിക്കിളിൻ്റെ അകത്തിരുന്ന് കളിക്കുന്ന പോലെ ആക്കാം. അതേപോലെ തന്നെ സൈഡ് ബേസ് ആക്കാം. ആ സൈഡ് ബേസ് ആക്കി ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു സൈഡ് ബേസിൽ നോക്കി വണ്ടിയിൽ മൊത്തത്തിൽ മഡൊക്കെ തെറിച്ച് ആ ഒരു ചെളിയൊക്കെ തെറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പക്ക എല്ലാ ഭാഗവും, ആ ഒരു ഗെയിമിൻ്റെ എല്ലാ ഭാഗവും പക്ക വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ വീലിൽ നിന്നും ചെളി മഡ് തെറിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു
എന്താണ് ഒരു അടിപൊളി ഗ്രാഫിക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീറിങ് റൗണ്ട് ചെയ്യാം, അതിലുള്ള ആരോ ടൈറ്റിലിങ്, അതിങ്ങനെ ഒരുപാട് ടിൽറ്റിങ്, ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൗണ്ട് സെറ്റിങ്സ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം, ഹിന്ദി സെറ്റ് ചെയ്യാം, അതിൽ കൊറിയൻ, ജർമ്മൻ, ഒരുപാട് ലാംഗ്വേജ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓക്കെ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നേരത്തെ ഞാൻ കുറച്ച് പോയിന്റ് ആ ഒരു ഡ്രോപ്പ് പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് 750 കോയിൻസ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കൊരു വണ്ടിയും കൂടി, ഒരു വെഹിക്കിളും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഒരുപാട് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കളിച്ച് ജയിച്ച് കഴിയുമ്പോൾ, ഈ ഒരു ഗെയിം ജയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കോയിൻ കിട്ടും. ആ കോയിൻ വഴി നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഗെയിമിൽ തന്നെയുണ്ട്. ഏതായാലും ഈ ഒരു ഗെയിം നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് മൊബൈൽ ഗെയിമിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിലാണ് ഇവരിത് എടുത്തു വെച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഗെയിം കളിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കാത്ത ആളുകളാണെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഫീൽ എന്ന് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങളും രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.